ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്ന രാവിലെ 7 മണിക്കാണ്. എന്താ ചെറി രാവിലത്തെ വിശേഷങ്ങൾ? എത്ര നാൾക്ക് ശേഷമാണ് ഈ രാവിലെ സമയം കാണുന്നത്? സാധാരണ നീ രാവിലെ അല്ല ഉച്ചയ്ക്കല്ലേ എണീക്കുന്നത്? രാവിലെ ഞാൻ കാണാറുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഉറങ്ങാൻ പോണം, അതുകൊണ്ട് ഞാൻ രാവിലെ കാണാറുണ്ട് കേട്ടോ. നിനക്ക് അത് പറയുമ്പം കുറച്ചുപോലും ഉളുപ്പില്ലേ? മനുഷ്യരാകുമ്പോ കുറച്ച് ഉളുപ്പ് വേണ്ടേ അത് പറയുമ്പം? നാളെ 4 ആള് കാണാൻ പോകുന്ന സാധനമാണെന്നുള്ള ആ ഒരു ബോധവും അതിനോടൊപ്പം കുറച്ച് ഉളുപ്പും വേണ്ടേ മോളെ? ഇതിനൊക്കെ എന്തിനാണ് ഉളുപ്പ്? എത്രയോ ആൾക്കാര് രാവിലെ ആയിരിക്കും ഉറങ്ങണേ. ഉറക്കം വന്നാലല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം നേരം പരപര വെളുക്കുന്നു, അപ്പം നമ്മൾ കിടക്കുന്നു. ഒരു കറക്റ്റ് ഒരു വെളുപ്പാൻ കാലം ആകുമ്പോൾ ഒരു 12-12:30 ആകുമ്പോൾ നമ്മൾ ഉറക്കം എണീക്കുന്നു, പല്ല് തേക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, റെഡിയാവുന്നു, ലോഗിൻ ചെയ്യുന്നു. അതാണ് എനിക്ക് പറ്റിയ സമയം. ഗൈസ്, പറയുന്ന അവൾക്കൊരു ഉളുപ്പില്ലെങ്കിലും കേൾക്കുന്ന നമുക്ക് ഉളുപ്പുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഖേദിക്കുന്നു. പക്ഷെ അവസാനിക്കുന്നു. അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇച്ചായന് ഉറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഇച്ചായനും ഇപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഉച്ചക്ക് 2 മണിക്ക് വീഡിയോ തുടങ്ങുന്നതായിരിക്കും. ഗുഡ് ബൈ. ചെറി, ആ പറഞ്ഞത് തിരിച്ചെടുക്കും. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല അത് അവസാനിപ്പിച്ചത്. ഇനി ഉള്ള സത്യം വിളിച്ച് പറ, നാട്ട് എല്ലാരും അറിയട്ടെ. ഇജാനും ഞാനും ഉറങ്ങുന്നത് രാവിലെ. ഏറ്റവും ഞങ്ങളുടെ നേരത്തെ എന്ന് പറഞ്ഞാൽ 12 മണിയാണ്. അല്ലെങ്കിൽ നോർമലി നമ്മൾ എണീക്കുന്നത് കള്ളിയാണ് ഗൈസ്, പേരും കള്ളിയാണ്. 2:30. അത് അവളാണ്, അവൾ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. 3 മണിക്ക് എണീക്കും. എന്നിട്ട് പോയിട്ട് മുഖം കഴുകി പല്ല് വെച്ചിട്ട് പോയിട്ട് ലോഗിൻ ചെയ്യും. വേൾഡ് ക്ലാസ് കള്ളിയാണ് ഗൈസ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവള് ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ രാവിലെ എണീക്കും ഗൈസ്. രാവിലെ എണീറ്റ് വീട്ടിലുള്ളവർക്ക് ചായ എന്നിട്ട് ചായ ഇട്ടിട്ട് വന്ന് കിടന്നുറങ്ങും. എന്റെ ഞാൻ എപ്പോഴടി ചായ ഇട്ടിട്ട് വന്ന് കിടന്ന് ഉറങ്ങി? ആ ഒരു ദിവസമല്ലേ ഉറങ്ങിയത്. മിക്കവാറും ഇതൊക്കെ നീ എന്നെ അറിയണ പോലില്ല. നീ ഉറക്കമായിരിക്കത്തില്ല, പിന്നെ നീ എങ്ങനെ അറിയും ഞാൻ ഉറങ്ങുമോ അതോ കക്കൂസി പോകുമെന്നൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അല്ല, അതല്ല ഇവിടുത്തെ വിഷയം. നീ അതിലോട്ട് പോണ്ട, വിട്ടുപിടി. എന്തൊന്നു ഇത്? എൻ്റെ ചാനലാണ്. എന്നെ നീ നാറ്റിച്ച് ഞാൻ എന്നെ ശശിയാക്കാനാണോ? എന്നെ പുകഴ്ത്തി പറയണം നീ. അമ്മേ അമ്മേ മതി പറട്ടെ. എന്തായാലും ഞാനിട്ട് ചായ കുടിച്ചാ? നീ ആര്? സുരേഷ് ഗോപിയാ? നീ ഈച്ചായനാണോ പേര് ചേരുന്ന? കക്കൂസ് പറയാൻ പാടില്ലെന്നാ? ശരി. അപ്പിയിടാൻ ഇരിപ്പിടം ഉള്ള ഒരു ചെറിയൊരു മുറി. പിന്നെ ഞാൻ എന്താ പറയണോ? ഓ ശിവനി ടോയ്ലറ്റ്. നിനക്ക് വയ്യേ? ഇത്രയും നുണ പറഞ്ഞ് നിനക്ക് മാനസികമായിട്ട് എന്തോ സംഭവിച്ചു. മനുഷ്യരായി ഇങ്ങനെ നുണ പറയാൻ പാടില്ല. ഇല്ല. പിന്നെ ശരി ഗൈസ്, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഒന്ന് ഉറങ്ങിയിട്ട് വരട്ടെ. അല്ല, സെറി ഒന്ന് ഉറങ്ങിയിട്ട് വരട്ടെ ഗൈസ്, നമുക്ക് പിന്നെ കാണാം. അങ്ങനെ സെറി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഗൈസ്. കുറച്ചധികം ഉറങ്ങിപ്പോയി. അതിനെന്താ, ഉറങ്ങിപ്പോയെങ്കിലെന്താ, വന്നില്ലേ നമ്മുടെ മിലിക്കുട്ടി ഉണർത്താനായിട്ട്. നമ്മൾ കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങിപ്പോയി അപ്പം തന്നെ മിലി എത്തിക്കോളും നമ്മളെ ഉണർത്താൻ. സാധാരണ ഇങ്ങനെ കട്ടിൽ കയറി ശല്യം ചെയ്ത് ഉണർത്തുന്ന മമ്മനെയാണ്. ഇന്നിപ്പം നമ്മളെ വിളിച്ചുണർത്താൻ വന്നു.
അതായത് അവളുടെ മേൽ അറ്റൻഷൻ വരണം, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അവൾ എത്തിക്കോളും കൃത്യസമയത്ത്. ഹായ് ഗൈസ്, അങ്ങനെ ഞാനൊരു നല്ലൊരു സന്ധ്യാസമയമാണ് ഗൈസ്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിലോട്ട് കയറുകയാണ്. നമ്മളുടെ ഗോസ്റ്റ് സ്പോട്ട്, നമ്മുടെ ഗോസ്റ്റ് സ്പോട്ടിലോട്ട് പോകാം. കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ ടെറസ്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതാണ് നമ്മുടെ ഗോസ്റ്റ് സ്പോട്ട്. അതായത് ഞാൻ എൻ്റെ ക്യാമറ അന്ന് ഇവിടെയാണ് വെച്ചിരുന്നത് ഗൈസ്. ഇവിടെ ഞാൻ സ്ഥാപിച്ചിരുന്ന എൻ്റെ ക്യാമറയിൽ ഞാൻ എന്തോ അവിടെയായിട്ട് നിന്നു. ഇവിടെയായിട്ടാണ് ആ ഒരു അപ്പാരേഷൻ കണ്ടത്. എന്താണോ കണ്ടത് അതിവിടെയാണ് കണ്ടത്. എന്താ പറയുക ഗൈസ്, കുറേ നോക്കി. അതിനുശേഷം വന്നു. അതിനുശേഷം പിന്നെയും മുകളിൽ ഞാൻ വന്നു. ഇവിടെ ഈ കാണുന്ന ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിന്നതും. ഇവിടുത്തെ ആകെപ്പാടുള്ള വെളിച്ചം ഈ ഒരു ലൈറ്റ് മാത്രമാണ്, ഈ ലൈറ്റ്. അപ്പം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ലൈറ്റിനാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് കാണാമല്ലോ, ചെറിയൊരു ലൈറ്റാണ്. പിന്നെ അപ്പം അങ്ങനെ റിഫ്ലക്ഷൻ, അത്രയും വലിയ റിഫ്ലക്ഷൻ വരേണ്ട ആവശ്യമില്ല, അങ്ങനെ വരത്തില്ല. പിന്നെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം ഞാൻ അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ചെക്ക് ചെയ്തു. ഓരോന്നായിട്ട് ചെയ്ത് നോക്കി. തുണി, ലൈറ്റ്, അത് ഇതെല്ലാം നോക്കി. പക്ഷേ ഒന്നിലും അങ്ങനൊരു സംഭവം കാണാൻ കഴിഞ്ഞില്ല ഗൈസ്. അങ്ങനെ ഒരു നമ്മൾ കണ്ടതുപോലത്തെ ഒരു അതിനടുത്ത് പോലും വരുന്നില്ല. അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റിയില്ല. പിന്നെ എല്ലാം ചെയ്ത് നോക്കി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങ് വിട്ടു. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടങ്ങ് വിട്ടു. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും ആരെങ്കിലും എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നതാണെങ്കിൽ സന്തോഷം. അതല്ല വേറെ വല്ലതും ആണെങ്കിൽ അതങ്ങനെ ആയിക്കട്ടെ. എന്താണെങ്കിലും ചുമ്മാ ഒരു അനുഭവം. അതാണ് ഗൈസ് നിങ്ങൾ നമ്മുടെ ഗോസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 3-4 ദിവസം മുന്നേ ഉള്ള വ്ളോഗിൽ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പം ഗോസ്റ്റ് കോട്ടൺ ക്യാമറ എന്നാണ് ആ വീഡിയോയുടെ പേര്. നിങ്ങൾ പോയി നോക്കിയാൽ മതി, അപ്പോൾ കാണാം. പിന്നെ അങ്ങനെ പല ചിന്തകൾ, തോട്ട്സ്, അങ്ങനെയൊക്കെ ഓരോന്നായിട്ടിരിക്കുന്നു ഗൈസ്. അപ്പം നിങ്ങൾ വീടുകളിൽ അടിച്ച് പൊളിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നമുക്ക് കാണാം, എപ്പോഴെങ്കിലും എല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നതാണ്. അങ്ങനെ നമ്മുടെ വർക്കൗട്ട് സെഷൻസൊക്കെ ഒന്ന് ഇടയ്ക്ക് എവിടേക്കോ ഒന്ന് ഇറഗുലർ ആവുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത്ര റെഗുലാരിറ്റി കിട്ടുന്നില്ല വർക്കൗട്ട് സെഷനിൽ. ഞാൻ ഇടയ്ക്ക് കുറച്ച് വർക്കൗട്ട് റെജീംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു. കുറച്ച് വർക്കൗട്ട് റുട്ടീൻസൊക്കെ ട്രൈ ഔട്ട് ചെയ്തു. അപ്പം അതുകൊണ്ടുള്ള കുറച്ച് ഇറഗുലാരിറ്റീസ് വന്നു. പിന്നെ റീസെൻ്റ്ലി നമ്മുടെ സനുബ്രോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗുരുവായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഒരാളാണ് നമ്മുടെ സനുബ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ആലപ്പുഴ ജിംഖാന സിനിമയില്ലേ, ആലപ്പുഴ ജിംഖാനയിലൊരു ബോക്സറായിട്ട് നമ്മുടെ നസ്ലിനെ ഇടിച്ച് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ബോക്സർ ഉണ്ടല്ലോ. ഒറ്റയടി കമഴ്ത്തി അടിച്ചിട്ട് ഇങ്ങനെ ഒരു ബാക്ക് സമ്മർസോൾട്ടൊക്കെ അടിച്ച് നിൽക്കൂലേ, ആ സിനിമയിലുള്ളൊരു ബോക്സർ, റിയൽ ലൈഫ് ബോക്സർ. അതാണ് സനു ടി കൊല്ലം, അതാണ് സനുബ്രോ. അപ്പം സനുബ്രോ നല്ല മനുഷ്യനാണ്. അപ്പം പുള്ളിയായിട്ട് റീസെൻ്റ്ലി ഞാനിങ്ങനെ ഈ വർക്കൗട്ട്സൊക്കെ ഇങ്ങനെ വർക്കൗട്ട് റുട്ടീൻസൊക്കെ സംസാരിച്ചു. പുള്ളി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം പുള്ളിയുടെ വർക്കൗട്ട് റുട്ടീൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫോളോ ചെയ്യുന്നത്, പണ്ട് പോലെ ഫോളോ ചെയ്യുന്നതാണ് പുള്ളിയെ. അപ്പം പുള്ളി കുറച്ച് പുള്ളിയുടെ ലെവലിൽ, പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ കുറച്ച് സഭ്യമായ വർക്കൗട്ട്സ് പറഞ്ഞു തന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് അത്ര സഭ്യമല്ല. എന്താണെങ്കിലും അടിപൊളിയാണ് ഗൈസ്. അപ്പം ഞാനത് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷെ അതൊരു വേറെ കുറച്ച് ഒന്ന് ട്വീക്ക് ചെയ്ത് അതിനെ കുറച്ച് കൗണ്ടൊക്കെ ഒന്ന് മാറ്റി വേറെ രീതിക്കൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളെല്ലാം ട്രൈ ഔട്ട് ചെയ്യണമല്ലോ. അങ്ങനെ അതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും, കാരണം ഇപ്പോൾ ഇത്തിരി ഓവർലോഡാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം, thoroughly എൻജോയ് ചെയ്യുന്നുണ്ട്.
പുള്ളിയുടെ വർക്കൗട്ട്. അതുകൊണ്ട് താങ്ക് യു സനു ബ്രോ. സനു ബ്രോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്ത് 2 സനു ബ്രോ ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ സനു ബ്രോ എന്ന് വെച്ചാൽ നമ്മുടെ ഷാസ് ബ്രോ ഇല്ലേ, നമ്മുടെ കോൾമി ഷസ, പുള്ളിയുടെ ബ്രദർ സനു മുഹമ്മദ്. പുള്ളി ഒരു സനു ബ്രോ ആണ്. പുള്ളി എനിക്ക് ഈ മറ്റേ വ്ളോഗ് ചെയ്യാനുള്ള വ്ളോഗ് ചെയ്യാനുള്ള മൈക്രോഫോണൊക്കെ ഏത് മൈക്രോഫോൺ എടുക്കേണ്ടതും അതൊക്കെ പറഞ്ഞു തരും. പിന്നെ അങ്ങനത്തെ കുറച്ച് പോസിറ്റീവ് വൈബ്സൊക്കെ പുള്ളി തരാറുണ്ട്. നല്ല മനുഷ്യനാണ്. ഒന്നുമില്ല, ചാറ്റ് വഴി ഞാൻ പേഴ്സണലി ഭയങ്കര പരിചയം അങ്ങനെയൊന്നുമല്ല, ചാറ്റ് വഴി തന്നെ ഞാനിങ്ങനെ പുള്ളിയുടെ വർക്കും കാര്യങ്ങളും പുള്ളിയുടെ ഫോട്ടോഗ്രാഫിയും വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ പുള്ളി റെസ്പോണ്ട് ചെയ്യും. നല്ലൊരു മനുഷ്യനാണ്, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. അങ്ങനെ അത് രണ്ടാമത്തെ സനു ബ്രോ. മറ്റേത് ബോക്സിങ് സനു ബ്രോ, ഇത് ഫോട്ടോഗ്രാഫി വ്ളോഗർ സനു ബ്രോ. കോൾമി ഫ്ലാഷ്, അതാണ് പുള്ളിയുടെ പേജ്, കോൾമി ഫ്ലാഷ്. കോൾമി ഷസം, മറ്റേത് ബ്രദർ കോൾമി ഫ്ലാഷ്. അപ്പം 2 സനു ബ്രോമാരാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഗുരുക്കൾ. ഒന്ന് ഇതുപോലെ ഗാഡ്ജറ്റ് വ്ളോഗിങ്ങിൻ്റെ ഒക്കെ ഗുരു, ഒന്ന് നമ്മുടെ വർക്കൗട്ട് ഗുരു. അങ്ങനെ 2 പേരോട് വെരി വെരി ഗ്രേറ്റ്ഫുൾ. 2 നല്ല മനുഷ്യന്മാർ. പിന്നെന്താണ് ഗൈസ്, അപ്പം അതുപോലെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വർക്കൗട്ട്. അപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ഇതുപോലെ ഇൻട്രപ്ഷനൊക്കെ വന്നു, കുറച്ച് റെഗുലർ ആവാണ്ട് പോയി. പക്ഷേ അതൊക്കെ നമ്മൾ തിരിച്ച് പിടിച്ച് പ്രോപ്പർ പഴയ പോലെ റെഗുലറായി വരും. അപ്പോൾ അത് തിരിച്ച് പിടിച്ച് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഗൈസ്. അപ്പോൾ അത് അധികം നാളൊന്നും എടുക്കില്ല ഗൈസ്, കൂടിപ്പോയ ഒരു 1 വീക്ക് അതിൽ കൂടി എടുക്കില്ല. അപ്പം അത് ആയിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് വീഡിയോസുമായി, വർക്കൗട്ട് വീഡിയോസുമായി, ഞാൻ പറഞ്ഞ പോലെ ഹാക്സുമായി. ഇപ്പോഴും വരാം, പക്ഷേ ഇപ്പോഴും ഞാൻ വെറുതെ നിങ്ങളുടെ അടുത്തേക്ക് നിന്നത് പറയുന്നതിനും കാട്ടിലും നമ്മളത് ചെയ്ത് നമ്മൾ അതിനകത്ത് നിൽക്കുമ്പം പറയുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു എഫക്റ്റ്. നിങ്ങൾക്കും അതാണ് നല്ലത്. അപ്പം വൺസ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ അതുമായി വർക്കൗട്ട്സുമായി നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതാണ് ഗൈസ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ടാറ്റ പറയാം, ഞാൻ തിരിച്ചു വരാം ഗൈസ്. അങ്ങനെ ഒരു ചെറിയ വർക്കൗട്ടും കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞാനും ചെറിയും കൂടെ ഒന്ന് പുറത്തിറങ്ങി. പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലുലുലോട്ട് പോയി. ലുലു പോയി ചെറിയ കുറച്ച് വീട്ടു സാധനങ്ങൾ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ലുലു പോയി കുറച്ച് നേരം കറങ്ങി അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, ലുലു ചെന്നപ്പോൾ ഈ ഒരു സംഭവം അവിടെ കണ്ടു കേട്ടോ. റോബോട്ട്സ്, പട്ടികളും മനുഷ്യരും എല്ലാം റോബോട്ട്സ്. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്താ അല്ലേ, അവിടെ ലുലു നമ്മൾ കഴിച്ചില്ല കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ചു രാത്രി ഫുഡ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ആംബ്രോസിയ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ആംബ്രോസിയ എപ്പോഴും ഓർഡർ ചെയ്യാറുണ്ട്. പിസ്സ ഒക്കെ ആംബ്രോസിയയിൽ അടിപൊളിയാണ്. അപ്പം ആംബ്രോസിയയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പം അത് തിരിച്ച് ഈ അല്ലേ എടുക്കാം ചെയ്യാതെ. അപ്പോൾ നമ്മളത് എടുക്കുന്നത് ആക്രാന്തം എടുക്കുന്നത് നമ്മളത് കാണിക്കാൻ പോകണം നിങ്ങളെ. ഓക്കെ, നമ്മൾ കഴിക്കുന്നതും എടുക്കുന്നതെല്ലാം എടുത്ത് തുറന്നാ നീ, ഞാൻ പിന്നെ എന്ത് നീ വടിയും പിടിച്ചോണ്ട് നിൽക്കുന്നത്? ഉടനെ എടുത്ത് പിസ്സ ആക്രാന്ത് കാരണം അറിയാതെ പൊട്ടിച്ചു പോയി ഗൈസ്, കുഴപ്പമില്ല. അടുത്ത ഇതെന്താണ്? അതൊക്കെ ഒരു മയത്തിന് ചിക്കൻ സാലഡ്, ആംബ്രോസിയിലെ ചിക്കൻ സാലഡ്. മില്ലേനിയൽസ് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. നീ വയസ്സൊന്നും അങ്ങനെ ഇവിടെ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് കുറച്ച് ഫേമസ് ആക്ച്വലി. ഓക്കെ, ജെറിയുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ഗൈസ് ചിക്കൻ സാലഡ്, ആംബ്രോസിയൽ ചിക്കൻ സാലഡ്. അന്നും ഇന്നും ഒരേ ടേസ്റ്റ്, എന്നും ഇന്നും ഒരേ ടേസ്റ്റ്. മിക്സ് ചെയ്യാം. അപ്പം അതാണ് നമ്മുടെ ആദ്യത്തെ ഡിഷ്. അല്ല, രണ്ടാമത്തെ ഡിഷ്. ആദ്യത്തെ ഡിഷ് പിസ്സ. ഇത് എന്ത് പിസ്സയാണ്? ചീസി ചിക്കൻ പിസ്സ ആണ് ആദ്യത്തെ ഡിഷ്. രണ്ടാമത്തെ ഡിഷ് എന്ന് പറയുന്നത് ചിക്കൻ സാലഡ്. ആദ്യത്തെ ഡിഷ് എനിക്ക് മാത്രം പിസ്സ, രണ്ടാമത്തെ ഡിഷ് എനിക്കും ചെറിക്കും ചിക്കൻ സാലഡ്. ശരി, നീ അനത്തിക്കോ, നീ ഇതെന്തുവാ? ഓക്കെ, നമ്മൾ അടുത്ത ഡിഷ് കാണിക്കും, എന്നിട്ട് നമുക്ക് കഴിക്കാം. അത് അപ്പം ഇതൊന്നും പിന്നെ കാലത്തട്ട് കളിക്കാനോ മഞ്ചു? എല്ലാം കഴിക്കാമല്ലോ മഞ്ചു.
ഓക്കെ. അത് അടുത്ത ഡിഷ് എന്ന് വെച്ചാൽ ഓറഞ്ച് ലഡു. ഓ മൈ ഗോഡ്. പിന്നെ 4ാമത്തെ ഡിഷോ എന്താ സാധനം? ഗീ കേക്കാണോ? ഓക്കെ, ഗീ കേക്കാണ് ഗൈസ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ്, എന്നെ പോലെ ഇഷ്ടമല്ലാത്തവർക്ക് ഇഷ്ടമല്ല. അത് ഗീ കേക്ക്. ഇതെന്താണ്? ഡോണറ്റ്. ഞാൻ ഡോണറ്റ് ഫാൻസ് ആണ് ഗൈസ്. അപ്പം ഇന്ന് നിങ്ങളെ ഡോണറ്റ് എങ്ങനെ കഴിക്കണം എന്ന് ഞാൻ കാണിച്ചിട്ടാണ്. ഒറ്റ വിഴുങ്ങ് അങ്ങനെയാണ് ഡോണറ്റ് കഴിക്കണം. ഓക്കെ, അപ്പം നമ്മളെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പം ഇനി അടുത്ത നമ്മുടെ കർത്തവ്യം എന്താന്ന് വെച്ചാൽ ഈ ഫുഡ് തിന്നുക. അതെ, സെറി പറഞ്ഞ വിഴുങ്ങുക. ഓരോരുത്തർ അവരുടെ രീതിയിൽ പറയും. കഴിച്ചോ? ആദ്യത്തെ ഒരു ബൈറ്റ് നോക്കട്ടെ, കഴിച്ചോ? അല്ല, അത് നീ ജസ്റ്റ് ഒരു ഇതെടുത്ത് വെക്ക്, നമ്മളെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിട്ടൊരു. എന്ത് വയ്യേ എടുത്ത് കഴിച്ചാൽ ചുമ്മ. അത് കൊള്ളാം, എനിക്കറിയാം കൊള്ളായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഓർഡർ ചെയ്തത്. എടേ എന്തോന്ന്, അപ്പൊ പിന്നെ അത് എനിക്കും കൂടെയാണ്. പിന്നൽ വാഴ. ഓക്കെ, ഫാൻ ഇടുവാണ് സറി, സൗണ്ട് ഇല്ലെന്നാലും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? സെറ്റ് ഗൈസ്. അപ്പം ചിക്കൻ സാലഡ് ആസ് യൂഷ്വൽ പൊളിയാണ്. പിസ്സ പൊളിയാണെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചോട്ടെ. ആംബ്രോസിയിലാണ് എന്താ വായില് ഭക്ഷണം ഇരിക്കുന്നുണ്ട്. ചെറിയ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. എന്തെങ്കിലും ചെയ്യും. തുടങ്ങി. നല്ല ആംബിയൻസ് ആണ് അവിടുത്തെ ഫുഡും കൊള്ളാം. ഒരു ദിവസം ഞാൻ ചേട്ടനും പോയിട്ട് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും കഴിച്ചു. നമുക്ക് ഇതൊക്കെ സൂപ്പർ ആയിരുന്നല്ലേ? നമുക്ക് ഇതൊക്കെ കാണിക്കണ്ടേ? കാണിച്ചല്ലോ, തുറന്ന് കാണി, ഓപ്പൺ ചെയ്ത് കാണിച്ചു. പെട്ടി മാത്രമല്ലേ കാണിച്ചോളൂ. അതൊക്കെ ഓക്കെ. ഇത് ഡോണറ്റ്, ലഡു നമ്മൾ കാണിച്ചു, ഗീ കേക്ക് നമ്മൾ കാണിച്ചു, പിസ്സ കാണിച്ചു, ചിക്കൻ സാലഡ് കാണിച്ചു. ഡോണറ്റ് മാത്രം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു മയ പതുക്കെ. അയ്യോ, ഡോണറ്റ് ചെരിഞ്ഞു പോയിക്കാം. യെസ്, ദുരന്തം. നല്ല ചൂടാണല്ലേ ഗൈസ്. ഞാൻ സാധാരണ ആംബ്രോസിയുടെ ഡോണറ്റ് വാങ്ങിച്ച് കഴിക്കാറില്ല. കാരണം ഞാൻ ഡോണറ്റ് വാങ്ങിച്ച് കഴിക്കുന്ന മാർവലസ് ഡോണറ്റ്സ് എന്ന് പറഞ്ഞ ഡോണറ്റ്സ് ഉണ്ട്. ഓൺലൈൻ നമ്മൾ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തത് മാർവലസ് ഡോണറ്റ്സ് വേണ്ടത്. അതെവിടെ വേറെ എവിടെ കൊണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ അത് സൂപ്പർ ഡോണറ്റാണ്. സൂപ്പർ ഡോണറ്റ് 50-60 രൂപയ്ക്ക് വന്ന ഒരു ഡോണറ്റ്. ഇതിന് എത്ര ആയിരിക്കും? ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. ഓക്കെ. യെസ് സറി. ആംബ്രോസിയുടെ ചിക്കൻ സാലഡ് കഴിച്ചിട്ടില്ലാത്തവർ ട്രൈ ചെയ്യണം. ഇത് നിങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് മാറും. ആംബ്രോസി ഇപ്പം നമുക്ക് പട്ടം ബേക്കറി ജംഗ്ഷൻ, ഇത് ട്രിവാൻഡ്രം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ബേക്കറി ജംഗ്ഷൻ, പിന്നെ നമ്മളുടെ കഴക്കൂട്ടത്തുണ്ടെന്ന് തോന്നുന്നു. ഈ 3 സ്ഥലത്തും നമുക്ക് ആംബ്രോസിയുടെ സിഗ്നേച്ചർ ചിക്കൻ സാലഡ്, വെറും ചിക്കൻ സാലഡ്. സീസർ സാലഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കൊള്ളൂല എന്ന് പറയരുത്. ആംബ്രോസിയുടെ തന്നെ ചിക്കൻ സാലഡ് ഓർഡർ ചെയ്ത് കഴിക്കണം. ആൻഡ് ഇറ്റ്സ് ഹെവൻ ഗൈസ്, ഹെവൻ. ചാർത്തിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ ഹെവൻ ഉണ്ടോന്ന്. നിങ്ങൾ കള്ളമാണോ പറയാൻ നമുക്ക് ടെസ്റ്റ് ചെയ്യണം ഗൈസ്. ഞാൻ നോക്കട്ടെ ഹെവൻ ആണോന്ന്. ഹെവൻ ഉണ്ട്. ചുമ്മാ കണ്ടിട്ട് അത്ര ഹെവനായിട്ടും തോന്നുന്നില്ലല്ലോ. തോന്നണ്ട, ഞാൻ ഹെവൻ ആക്കിക്കോളാം. നമുക്ക് വ്യൂവേഴ്സിന് ജെന്യുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പം നമുക്ക് അത് നോക്കിട്ട് ഞാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഹെവനാണ്. ഹെവനാണ് ഗൈസ്, ഹെവനാണ്. കൊള്ളാം. ഓക്കെ അല്ലേ?
ഓക്കെ അവിടെ കണ്ട 2 കണ്ണുകൾ കണ്ടത് ഒരുത്തി മലന്നടിച്ച് കിടക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് കള്ളിട്ടുണ്ട്. ആരാ എന്താ അങ്ങനെ നമ്മൾ ഫുഡിങ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. ഡോണറ്റ് കഴിക്കുന്ന കാണിക്കാൻ പറ്റിയില്ല കഴിച്ചു, കാരണം ഡോണറ്റ് ഞാൻ കഴിച്ചില്ല. ആക്ച്വലി പീറ്റ്സ കഴിച്ചപ്പോൾ തന്നെ വയറങ്ങ് സെറ്റായിപ്പോയി. ഇപ്പോൾ ഡോണറ്റ് വേണ്ടാന്ന് തോന്നി. അതുകൊണ്ടാണ് ഡോണറ്റ് കഴിക്കുന്നത് കാണിക്കാത്തത് കഴിച്ചു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന ടോട്ടലി അൺഹെൽത്തി ഫുഡായിരുന്നു. അങ്ങനെ അൺഹെൽത്തി ഫുഡ് ഇങ്ങനെ അണ്ണാക്കിലോട്ട് ഇങ്ങനെ പോകും, നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അത്ര അൺഹെൽത്തി ഫുഡായിട്ട് തോന്നി ഗൈസ്. പക്ഷേ കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിത് എപ്പോഴെപ്പോഴും ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാറില്ല, വളരെ അപൂർവമാണ്. ഇപ്പം മിക്കപ്പോഴും വീട്ടിൽ തന്നെ എന്തെങ്കിലും വെച്ച് കഴിക്കും, അല്ലെങ്കിൽ പുറത്ത് പോയാൽ തന്നെ ലൈറ്റായിട്ടല്ലേ കഴിക്കുള്ളൂ, വല്ല ദോശയൊക്കെ. അങ്ങനെയല്ല, പൊറോട്ടയൊക്കെ കഴിക്കും, പക്ഷേ എപ്പോഴെപ്പോഴും കഴിക്കാറില്ല. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ മേടിച്ച് കഴിച്ചത് ഗൈസ്. അപ്പം ഇപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അൺഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. പിന്നെ എന്താണ് ഗൈസ് പറയാനുള്ളത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഏകദേശമല്ല, തീർന്നു, രാത്രിയായി. ഇനി നമുക്ക് അല്ലറ ചില്ലറ കുറേ പരിപാടിയായി കാണും. പക്ഷേ അതൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ്. അത് നമ്മുടെ ഡെയിലി റുട്ടീൻസാണ്. എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് ഗൈസ്. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വേറെന്താ വിശേഷം? കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മൈക്ക് മേടിക്കാൻ. കാരണം ഞാൻ നിങ്ങളത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് ക്ലാരിറ്റി ഓഡിബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അറിയാം ഗൈസ്. അതുകൊണ്ട് ഉടൻ തന്നെ ഞാനിത് 2-3 പ്രാവശ്യമായി പറയുന്നത്, ഇതുവരെ മേടിച്ചില്ല. പൈസയുടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്, അത് ഞാൻ മേടിക്കും. ഉടൻ തന്നെ ഞാൻ മൈക്ക് മേടിക്കുന്നതാണ്. മൈക്ക് മേടിച്ചതിന് ശേഷം പിന്നെ പെലവിളിയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പം അധികമൊന്നും ഇല്ലായിരുന്നു, ബട്ട് ഹോപ്പ് യു എൻജോയ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം അപ്പ് അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഗുഡ് നൈറ്റ്, ബൈ, സീ യു.